സുഖാണോ തങ്കം? അതെ, വിവരം അറിഞ്ഞപ്പോ വേറെ ഒന്നും നോക്കിയില്ല, നേരെ ഇങ്ങ് പോന്നു. ആ നന്നായി. ഗാഥമോൾക്ക് അത് സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞാൻ സുമിത്രയോട് പറയായിരുന്നു, ഗർഭിണിയായ മകൾക്ക് അമ്മ ആദ്യത്തെ മധുരം കൊടുക്കുന്നത് വിളക്ക് കത്തിച്ചു വെച്ച് ഒരു ചടങ്ങായിട്ട് മതിയെന്ന്. അല്ല, അത് സിത്താര മാഡം വരുമ്പോ നീയാണ് അതിനർഹയെന്ന് ആർക്കറിയാത്തത്? സുമിത്രേ, നീ പോയി വിളക്ക് റെഡിയാക്ക്. ശരി അമ്മേ. മോളെ, നമ്മളൊക്കെ ഇവിടെ എന്തൊക്കെ കണക്ക് കൂട്ടിയാലും നമുക്ക് ആർക്കും പിടികിട്ടാത്തൊരു കണക്കു പുസ്തകം മുകളിലുണ്ട്, ദൈവത്തിന്റെ അടുത്ത്. നീ ഗർഭിണിയാവുമ്പോ നിന്റെ ചടങ്ങ് നടത്തേണ്ടത് നിന്റെ അമ്മ തന്നെയാണ്. അതാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. എല്ലാ ഐശ്വര്യവും നിനക്കുണ്ടാവും, അതില് മുത്തശ്ശിക്ക് ഒരു സംശയമില്ല. ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, എന്താ അമ്മേ? ഒന്നുമില്ല മോളെ, ഇപ്പോഴെങ്കിലും നിന്റെ അമ്മയെന്നുള്ള സ്ഥാനം എനിക്ക് പതിച്ചു കിട്ടിയല്ലോ. അമ്മ വിഷമിക്കുന്നതൊക്കെ ദൈവങ്ങൾ കാണുന്നില്ലേ? ഇതെനിക്ക് സന്തോഷമായമ്മേ. എന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു സ്ഥാനം കിട്ടുന്നതില്. ഒന്നാം പട്ടം കണ്ടപ്പോ ഞമ്മടി യോ ഇതെന്താ നമ്മളാരും അറിയാത്തൊരു ചടങ്ങ്? ഈ തറവാട്ട് ഇത് തന്നെയാണോ പരിപാടി? എന്നെ വിളിച്ചു. എന്തോന്നടി ഇതൊക്കെ? എനിക്കറിഞ്ഞൂടാ അമ്മേ. ഇതെന്താ നിങ്ങളെ കാണിക്കുന്നത്? പായും വിളക്കൊക്കെ വെച്ച്? അയ്യോ അമ്മേ, ഇത് ഞങ്ങള് കാണിച്ചൊന്നും അല്ല. പിന്നെ ഇത് ആര് ചെയ്തു എന്നറിയാൻ അമ്മയെ വിളിച്ച. ഇതൊക്കെ ചെയ്ത ആള് ഞാനാ. എന്തിന്? അത് ഗാഥമോൾക്ക് മധുരം കൊടുക്കാനാ. മധുരം കൊടുക്കാനോ? അതെന്ത് ചടങ്ങ്? എനിക്കറിയില്ല, അമ്മ പറഞ്ഞിട്ടാ. നിർമ്മലയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അമ്മയോട് ചോദിച്ചോളൂ. ദിവസവും ദിവസവും വിചിത്രമായിട്ടുള്ള ഓരോ ആചാരങ്ങളാ. ഏതെങ്കിലും പൂജാരിമാര് പറഞ്ഞതായിരിക്കും. ഓ അല്ല നിർമ്മലേ, ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോ സിത്താര ഇവിടെ കൃത്യമായിട്ട് വരേണ്ടതല്ലേ? അവരെന്താ വരാത്തത്? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്.